എരിഞ്ഞിടും സ്മരണയിൽ നിറഞ്ഞിടും പ്രിയ നേതാവേ. ടി.എം. ജേക്കബ് നാടിനായി ചെയ്ത നന്മകൾ, ടി.എം. ജേക്കബ് നാടിനായി ചെയ്ത നന്മകൾ, കാൽപ്പാടുകൾ പിന്തുടർന്നിടാം, കൈകൾ കോർത്തിടാം. കാൽപ്പാടുകൾ പിന്തുടർന്നിടാം, കൈകൾ കോർത്തിടാം. അണിചേർന്നിടാം നാമൊന്നാ നാടിനാ, അണിചേർന്നിടാം നാമൊന്നാ നാടിനാ. പോയാലും ചാരയുണ്ടാ ഓർമ്മകൾ മയിൽപ്പീലിയാ മായാതെന്നും, മയിൽപ്പീലിയ മായാതെന്നും ആ ഓർമ്മകൾ. ടി.എം. ജേക്കബ് നാടിനായി ചെയ്ത നന്മകൾ, ടി.എം. ജേക്കബ് നാടിനായി ചെയ്ത നന്മകൾ, കാൽപ്പാടുകൾ പിന്തുടർന്നിടാം, കൈകൾ കോർത്തിടാം. കാൽപ്പാടുകൾ പിന്തുടർന്നിടാം, കൈകൾ കോർത്തിടാം. അണിചേർന്നിടാം നാമൊന്നാ നാടിനാ, അണിചേർന്നിടാം നാമൊന്നാ നാടിനാ. ഇത് പിറവം. കേരള രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ ടി.എം. ജേക്കബ് എന്ന അതികായനെ സൃഷ്ടിച്ച പിറവം. പിറവം നിയോജക മണ്ഡലത്തിന്റെ പിറവിയോടൊപ്പം നടന്ന് പിറവം ജനതയുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് വികസനമെത്തിച്ച ടി.എം. ജേക്കബ് എന്ന ജനനായകനെ കേരളത്തിന് സമ്മാനിച്ച പിറവം. കേരള രാഷ്ട്രീയ ചരിത്രത്തെ വരും കാല ചരിത്രകാരന്മാർ ഇനി ഇങ്ങനെ രേഖപ്പെടുത്തും: ടി.എം. ജേക്കബിന് മുമ്പും ടി.എം. ജേക്കബിന് ശേഷവും. ഇന്നലകൾ ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ ലിഖിതരേഖകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പിറവത്തിന്റെ ആദ്യ രൂപം ചേര സാമ്രാജ്യത്തിന്റെ വെമ്പുലിനാട്ടിലും പിന്നെ തിരുവിതാംകൂറിന്റെ വടക്കൻ കൂറിലുമായിരുന്നു. ചരിത്രത്തിന്റെ കാലത്തിന്റെ പ്രയാണത്തിൽ തിരുക്കൊച്ചി നിയമസഭയിലും പിറവത്തിന് പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകൃതമായതിനു ശേഷം 1977 പിറവം നിയോജക മണ്ഡലം ഉടലെടുക്കുന്നത്. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വെളിയനാടും വിശുദ്ധ രാജാക്കന്മാരാൽ പ്രസിദ്ധമായ പിറവം പള്ളി, മലങ്കര സഭയുടെ സ്നേഹദീപമായ പരിശുദ്ധ പരിമല തിരുമേനിക്ക് ജന്മം നൽകിയ മുളന്തുരുത്തിയും, പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന ചോറ്റാനിക്കരി അമ്മ കുടികൊള്ളുന്ന ചോറ്റാനിക്കരി, ഷൈഖ് ഫരീദുദ്ദീൻ ഒലിയായ കബറടങ്ങിയിരിക്കുന്ന കാഞ്ഞിരമറ്റം മുസ്ലിം പള്ളിയിൽ ഒരു പൂങ്കാവനത്തിലെ പൂക്കളെപ്പോലെ ഒത്തൊരുമയോടെ സ്ഥിതി ചെയ്യുന്ന പിറവം നിയോജക മണ്ഡലത്തിലെ പ്രഥമ സാമാജികനായി കാലം തിരഞ്ഞെടുത്തത് ടി.എം. ജേക്കബ് എന്ന 26 വയസ്സുകാരനെയായിരുന്നു. തിരുമാറാടി താന്നിക്കുന്നിൽ വീട്ടിൽ ടി.എസ്. മാത്യുവിന്റെയും അന്നമ്മയുടെയും മകനായി 1950 സെപ്റ്റംബർ 18 ജനിച്ച ടി.എം. ജേക്കബ് 4ാം ക്ലാസ് വരെ മണ്ണത്തൂർ ആത്താനിക്കൽ LP സ്കൂളിലായിരുന്നു പഠനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വടകര സെന്റ് ജോൺ സ്കൂളിൽ. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെ പഠനകാലം ടി.എം. ജേക്കബ് എന്ന വിദ്യാർത്ഥി നേതാവിന്റെ ഉദയമായിരുന്നു. KSCയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ടി.എം. 1972 സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1977 പിറവത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ജേക്കബിന് രംഗത്തിറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നീണ്ട 8 വർഷത്തെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയായിരുന്നു. മികച്ച സംഘടനാ ശേഷിയും നിയമത്തിലുള്ള പാണ്ഡിത്യവും
പ്രായത്തിനപ്പുറമുള്ള പക്വമായ പ്രവർത്തനവും കൈമുതലായി ഉണ്ടായിരുന്ന ടി.എം. ജേക്കബ് തന്റെ 26-ാം വയസ്സിൽ ആരംഭിച്ച ജൈത്രയാത്രകൾ പിറവത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി. ടി.എം. ജേക്കബ് പിറവത്തെ പ്രതിനിധാനം ചെയ്ത ഘട്ടങ്ങളിൽ ഇവിടുത്തെ വിവിധ മേഖലകളിൽ ഉണ്ടായതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. 1982 ആദ്യം മന്ത്രിസ്ഥാനത്തെത്തിയതു മുതൽ ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ വരെ താൻ ഏറ്റെടുത്ത വകുപ്പുകളിൽ കഴിവുറ്റ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. കേരളത്തിനൊരിക്കലും മറക്കാനാവാത്ത ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ ടി.എം. ജേക്കബ്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. നല്ലൊരു പാർലമെന്റേറിയൻ, കഴിവുള്ള ഭരണാധികാരി, കാര്യങ്ങൾ പഠിച്ച് ജനകീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തെളിയിക്കാൻ സാധിച്ചു. ശ്രീ ടി.എം. ജേക്കബ് വിട്ടുപിരിയുന്നത് ഒരു ജേതാവായിട്ടാണ്. അദ്ദേഹത്തിനെതിരെ പ്രതികാര രാഷ്ട്രീയം ഉയർത്തിയ വെല്ലുവിളികൾ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിച്ച് കുറ്റവിമുക്തൻ ആക്കപ്പെട്ടു. പിറവം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച് മന്ത്രിസഭയിലെ അംഗമായി. ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം 1 രൂപയ്ക്ക് 1 കിലോ അരി. ആ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ നേതൃത്വം ശ്രീ ടി.എം. ജേക്കബിനായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലെല്ലാം, കൈവച്ച രംഗങ്ങളിലെല്ലാം വിജയം നേടിയെടുത്തു. അദ്ദേഹം സ്വപ്നം കണ്ട ഇലക്ട്രോണിക് സിറ്റി, അദ്ദേഹം സ്വപ്നം കണ്ട ഈ നിയോജക മണ്ഡലത്തിലെ നിരവധി ഗതാഗത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സാധിച്ചു. ശ്രീ അനൂപ് ജേക്കബ് ഒരു ഭാവി വാഗ്ദാനമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ശ്രീ ടി.എം. ജേക്കബിൻ്റെ പ്രിയപ്പെട്ട മകൻ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു റെക്കോർഡ് വിജയം ഉണ്ടാക്കി തരും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അനൂപ് ജേക്കബിന് എല്ലാവിധ വിജയ ആശംസകളും ഞാൻ നേരുന്നു. ഒക്ടോബർ 30 രാത്രി 10:32. ഒരു വസന്തകാലം ഇവിടെ കൊഴിഞ്ഞുതീരുകയായിരുന്നു. ദുഃഖാർദ്രമായ മനസ്സോടെ കേരള ജനത നിശ്ചലരായി ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. നാടു കണ്ട സ്വപ്നങ്ങൾ, നാളുകൾ തന്നാശകൾ, അകതാരിലെ തിരുനാളമാ, അകതാരിലെ തിരുനാളമാ നിറവേറ്റിടാം. കാൽപ്പാടുകൾ പിന്തുടർന്നിടാം, കൈകൾ കോർത്തിടാം. കാൽപ്പാടുകൾ പിന്തുടർന്നിടാം, കൈകൾ കോർത്തിടാം. ദൂരെയങ്ങു പോയാലും ചാരയുണ്ടാ ഓർമ്മകൾ, മയിൽപ്പീലിയാ മായാതെന്നും, മയിൽപ്പീലിയ മായാതെന്നും
ആ ഓർമ്മകൾ കാൽപ്പാടുകൾ പിന്തുടർന്നിടാം കൈകൾ കോർത്തിടാം കാൽപ്പാടുകൾ പിന്തുടർന്നിടാം കൈകൾ കോർത്തിടാം. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ഞങ്ങളുടെ സാറ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സഹായം ഉണ്ടാകും. ആ ഒരു കാര്യത്തിൽ വിഷമമുണ്ട് ഞങ്ങൾക്ക്. ജേക്കബ് സാറ് ഇവിടെ മന്ത്രിയായി വന്നതിന് ശേഷം ഈ നാടിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല കാര്യങ്ങളെ പുള്ളി ചെയ്തിട്ടുള്ളൂ. ഒരായിരം വികസന കാഴ്ചകൾ ബാക്കിയാക്കി പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളുമായി പ്രിയപ്പെട്ട ജേക്കബ് സാർ യാത്രയായി. വറ്റാത്ത സ്നേഹപ്പൂക്കളുമായി നമ്മൾ കാത്തിരിക്കുന്നു മറ്റൊരു സ്നേഹനായകന് വേണ്ടി. അച്ഛൻ്റെ സ്വപ്നങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ മകനെ കഴിയും. സ്വന്തം ജീവനേക്കാൾ പിറവത്തെ സ്നേഹിച്ച TM ജേക്കബിന്റെ മകനെ കഴിയും. ശ്രീ TM ജേക്കബിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു മനസ്സുള്ള ചെറുപ്പക്കാരനാണ് ശ്രീ അനൂപ് ജേക്കബ്. പൂർത്തീകരിക്കപ്പെടാത്ത ജേക്കബിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനും പിറവത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും അദ്ദേഹത്തിന് കഴിയും. ഒരു ചെറുപ്പക്കാരൻ്റെ കൈകളിൽ പിറവത്തിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അനൂപ് ജേക്കബിനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ജയിച്ചാൽ ഒരു സംശയവും വേണ്ട, വെറും MLA ആയിരിക്കാനല്ല ശ്രീ അനൂപ് ജേക്കബിനെ ജയിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിസ്ഥാനം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിറവത്തെ ജനങ്ങൾക്ക് വികസനത്തിലൂടെ പുരോഗതിയിലൂടെ മുന്നോട്ട് പോകാനും ജനങ്ങളുടെ പ്രതീക്ഷകൾ പൂർത്തീകരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള മികച്ച ഒരു ഭരണാധികാരിയായി തൻ്റെ പിതാവിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുവാൻ അനൂപിന് കഴിയും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പിറവത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ അതിനൊരു അവസരം നൽകണം എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മരിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശ്രീ ജേക്കബിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അസ്രു പൂജ എന്ന് പറയുന്നത് അനൂപ് ജേക്കബിന് നൽകാൻ കഴിയുന്ന ഒരു ജനകീയ അംഗീകാരവും വോട്ടവകാശവുമായിരിക്കുമെന്ന് പിറവത്തെ ജനങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. ജയ്. ഒമ്പത് മാസത്തെ കേരളത്തിന്റെ വികസന കുതിപ്പിൽ UDF ഭരണം പിറവത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് നീങ്ങിയത്. നമ്മുടെ പ്രിയങ്കരനായ TM ജേക്കബിന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും UDF സർക്കാർ പിറവത്തെ കൈവിട്ടില്ല. സമീപകാലത്ത് ഇവിടെയുണ്ടായ നേട്ടങ്ങൾ ഇതിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്ക്, കൂത്താട്ടുകുളം ഫയർ സ്റ്റേഷൻ, KSRTC ഡിപ്പോ, എടക്കാട്ടുവയിൽ പഞ്ചായത്തിനെ കോട്ടയവുമായി ബന്ധിപ്പിക്കുന്ന ചെറുകര പാലം, മറ്റത്താൻ കടവ് പാലം, ദീർഘകാല സ്വപ്നമായിരുന്ന നെച്ചൂർക്കടവ് പാലം, കളമ്പൂക്കാവിലെയും രാമമംഗലത്തെയും തൂക്കുപാലങ്ങൾ, അരയൻകാവ് ഹൈപ്പർ മാർക്കറ്റ്, മാവേലി സ്റ്റോറുകൾ തുടങ്ങിയവ ഈ വികസന നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെ വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അനൂപ് ജേക്കബ് കഴിഞ്ഞ 8 വർഷമായി യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നിയമ ബിരുദധാരിയായ അനൂപ് പിതാവിനെ പോലെ അർപ്പണബോധത്തിന്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഈ യുവ നേതാവിനെ പിറവത്തിന്റെ വാഗ്ദാനമായി കാണും. പിതാവ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനും പുതിയവ ആരംഭിക്കുന്നതിനും ഇത്രയും കാലം പിതാവിന്റെ പാത പിന്തുടർന്ന് നാടിനെ നന്മയിലേക്ക് നയിക്കുന്ന ഈ യുവ പ്രതിഭയെയാണ് UDF ഉയർത്തിക്കാണിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്
ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണസ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. ജനകീയ മുഖമുള്ള ഈ സർക്കാരിനെ നിങ്ങൾ അംഗീകരിക്കണം. ആ ഗവൺമെൻറ് ലഭിക്കുന്ന ധാർമ്മികമായ ഒരു പിന്തുണയായിരിക്കും പിറവം നിയോജകമണ്ഡലത്തിലെ വിജയം. ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കുമാണ്. റോഡ് വികസനം, കുടിവെള്ളക്ഷാമം ഏറ്റവും മുഖ്യമായ എൻ്റെ ലക്ഷ്യവും ആ വിഷയങ്ങളിലേക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കട്ടെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് അദ്ദേഹം കടന്നു വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രകടന പത്രികയിൽ ഏറ്റവും മുഖ്യമായ വാഗ്ദാനങ്ങളിലൊന്ന് പഴയ പിറവത്തെ 10 പഞ്ചായത്തുകൾ ഇപ്പോൾ 2 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത ഇലഞ്ഞി കുത്താട്ടോളം അടക്കം എല്ലാ കുടിവെള്ള പദ്ധതികളുടെയും വിപുലീകരണമായിരുന്നു. പക്ഷേ വിധി മറ്റൊരർത്ഥത്തിൽ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ആണ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് നമുക്ക് നേരിടേണ്ടി വന്നത്. ഇതടക്കം അദ്ദേഹം തുടങ്ങി വെച്ചതും പൂർത്തീകരിക്കുവാൻ ആഗ്രഹിച്ചതുമായ പദ്ധതികൾ അത് പൂർത്തീകരിക്കുവാനുള്ള സന്ദർഭം എനിക്ക് നൽകണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുമരകം നെടുമ്പാശ്ശേരി ഹൈവേ, അതുപോലെ തന്നെ ശബരിമല ഹൈവേ, അങ്ങനെ അനവധി പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടായിരുന്നത്. ടൂറിസം മേഖലയിൽ പിറവത്തിന് അനന്ത സാധ്യതകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഞാൻ ഒപ്പമുണ്ടാവും. എന്നെ ഒരു സഹോദരനായി, ഒരു സുഹൃത്തായി, ഒരു മകനായി കാണുവാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാവണം എന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ചും ഈ നാടിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചുമുള്ള കാഴ്ച